ഹലോ അസ്സലാമു അലൈക്കും. നമുക്കിത് ചെമ്മീൻ ബിരിയാണിയും അതുപോലെ തന്നെ നമുക്ക് ചെമ്മീൻ ബിരിയാണിയൊക്കെ വെച്ചിട്ട് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വേഗം ചെമ്മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. ഇപ്പം ടൈം 9 മണിയായി. രാവിലെ നമ്മൾ ഉണ്ടാക്കിയ പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചാണ്ട് പിന്നെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കാം കേട്ടോ. അപ്പോൾ ചെമ്മീൻ ബിരിയാണി ചെമ്മീനിങ്ങനെ തോലൊക്കെ കളഞ്ഞ് നന്നാക്കി തരുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അതിലുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെക്കട്ടെ വിചാരിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എവിടെ പോകാനറിയാം, ബീച്ചിലൊന്ന് പോകാം. വെറുതെ ടൈം പാസ്, വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം പോകാൻ വിചാരിച്ചു. പിന്നെ മഞ്ചേരി പോകാണ്ട്, അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് നമുക്ക്. അപ്പോൾ ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. നമ്മൾ ചെമ്മീനൊക്കെ കുറച്ച് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടിയിട്ടൊന്ന് മസാല പൊറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ആണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ. എനിക്ക് കുറച്ച് പണിയുണ്ട്. സപ്പോർട്ടിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകാണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി പറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കാം. ചായ ഉണ്ടാക്കട്ടെ. ഭയങ്കര വെള്ളത്തിന് അയച്ചില്ല. കട്ടൻ ചായ ചൂടാക്കട്ടെ. പൊറോട്ട ചായ വേണ്ട? പൊറോട്ട ചായ വേണോ? വെള്ളത്തിന് അയച്ചു. നമുക്ക് ചെമ്മീനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ പാത്രത്തിൽ അത് ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ എന്തായിട്ട് അറിയോ, ഗ്രാമ്പു, ഏലക്ക, പട്ട, അതുപോലെ ബീഫൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം സവാള ഇട്ടിട്ടോ. സവാള പറഞ്ഞാൽ ഒരു മീഡിയം സൈസിൽ 2 സവാള കേട്ടോ ഞാൻ ഇട്ടത്. 1 കിലോ ചെമ്മീനുള്ളൂ. അപ്പോൾ ഇങ്ങനെ നല്ലോണം ഉപ്പിട്ട് വഴറ്റി ഇതൊന്ന് വാടി വരുന്നു കേട്ടോ സവാള. പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ഒക്കെ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ഞാനിങ്ങനെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് പിന്നെ നല്ലോണം കുഴച്ചിട്ട് റോസ്റ്റ് ചെയ്യാൻ വെച്ചതാട്ടോ. തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് ഇട്ടെടുത്തിട്ട് ഇതാക്കാം കേട്ടോ. പിന്നെ അരിയണേ ആങ്ങള, ഇതാണ് ചെറിയ ആങ്ങള. അപ്പോൾ ഓന് മല്ലിച്ചപ്പും പൊടിയൊക്കെ അരിയാം. ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഉണ്ട് ഇട്ടെടുക്കുക. അതല്ല വാടിയാണ്. ഞാൻ അങ്ങനെ ഇട്ടെടുക്കുക, ഒന്നായിട്ട് ഇട്ടെടുക്കുക കേട്ടോ. എനിക്ക് കടന്നാടൊന്ന് വാട്ടിക്കണം. പിന്നെ ബിരിയാണീൻ്റെ വാസന വരും. ഒന്ന് ഇറക്കിയിട്ട് ഒന്ന് വാ നമുക്ക് മൂടിയൊക്കെ എന്നാൽ വേഗം ആയിക്കോ. അരിഞ്ഞോ? അരിഞ്ഞെങ്കിൽ ഇവിടെ ചായ തരാം. അരിഞ്ഞില്ലേ? ആ പാത്രം അങ്ങോട്ട് ഇട്ടാ നല്ല പാത്രത്തിൽ പുതിന ചായ കേട്ടോ. ഈ പുതിന അതിന് ഇട്ടിട്ടാട്ടോ. പൊറോട്ട ഉണ്ടാ? അപ്പൊ എനിക്ക് ചെമ്മീൻ്റെ കായം കൂട്ടാൻ കുഴപ്പമുണ്ടോ? കൂട്ടുവോ? എന്നാ മതി. ഓനെ ചെമ്മീൻ പറ്റൂലോ. ചെമ്മീന് തിന്നാലും ഓനെന്തോ ഛർദി ഉണ്ടാവും. എനിക്ക് അറിയില്ലേനി. ഞാനാണെങ്കിൽ ചിക്കൻ രാവിലെ വെച്ചും ചെയ്ത്. അപ്പം ഇതാ നല്ലോണം ഇങ്ങനെ വാടി വരുന്ന കേട്ടോ. നമുക്കിത് ഒന്ന് വാടി വരട്ടെ കേട്ടോ. നമുക്ക് നേരം എനിക്ക് വേണ്ടോലെ പൊറോട്ട ഓരൊക്കെ 2 ദിവസം തിന്ന് രാവിലെ. ഞാൻ തിന്നാണ്, പക്ഷെ അത് ബാക്കിയാവില്ല. ഇനി ഞാൻ തിന്നട്ടെ. ചായയും കൂട്ടി ഞാൻ തിന്നാൻ വിചാരിച്ചു. ഓരോ കാക്കുന്നൊരു കാര്യമില്ല.
മൂടി ഇടാം. ഇതിൻ്റെ മൂടി ഇടാം. അപ്പം നമുക്ക് ചായ കുടിക്കാം കേട്ടോ. അങ്ങനെ ചായ കുടിച്ച് വന്നാലും രാവിലത്തെ ചായ ഇത് കേട് വരും. ഞാൻ കുടിച്ച ഓണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ടെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഇട്ടെടുക്കണം കുറച്ച് ചെറു ജീരകം കേട്ടോ. ചെറു ജീരകം കുറച്ച് ഇട്ടിട്ടുള്ളൂ, പൊടിയല്ല കേട്ടോ. അതിങ്ങനെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടൊക്കെ പൊടിക്കാൻ നമുക്ക് നേരം കിട്ടില്ല. നമുക്ക് മറ്റുള്ള പൊടികളൊക്കെ ഇനി നമുക്ക് മുളക് പൊടി ഇടാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഇട്ടെടുക്കേണ്ടത് 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ. നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല അതുപോലെ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് തൈര്, മല്ലിച്ചപ്പ്, കരിവേപ്പിൻ്റെ ഇല ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തൈരുണ്ട്. ഈ മല്ലിയിലിട്ട് ഈ മല്ലിയിലും പൊടിയും ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് തോനിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് പാകത്തിന് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സോയാ സോസ് കുറച്ച് ഒഴിച്ചെടുക്കാം. ഇത് ഒഴിച്ചെടുത്തിട്ടോ കേട്ടോ. നമുക്ക് ചില്ലി സോസ് ഒഴിച്ചെടുക്കാം. ഒരു കൈ വെള്ളമായിരുന്നു ഇതുണ്ട് സംഭവം. ഇത് മതി, കുറച്ച് മതി, ഓവറായിട്ട് വേണ്ട. എന്നിട്ട് മാസ്റ്റർ സോസ് ഒഴിച്ചെടുക്കാം. പക്ഷേ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, ഇത്ര മതി. നമുക്കിതൊന്ന് വേവാൻ ഇതിൽ കഴിഞ്ഞ് നമുക്ക് ചെമ്മീൻ വേവണ്ട. അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ കുറച്ച് ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് മറ്റേ അടുപ്പിൽ എന്താ ചെയ്യണം, പിന്നെ ഇത് കിടന്നതൊന്ന് വേവണം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കാൻ വരും. ഈ കിടന്നൊന്ന് വേവട്ടെ കേട്ടോ. അല്ലേ? അപ്പോൾ അതാ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നത്. നമുക്ക് കുക്കറിൽ നമുക്ക് ചോറുണ്ടാക്കാം. നമുക്ക് നെയ്ച്ചോറാക്കി വെക്കാം. നെയ്ച്ചോറാക്കി വെച്ചിട്ട് ഈ കടുക് തന്നിട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത്. നമുക്ക് നമ്മളെ ചെമ്മീൻ ഇതാക്കിയതാണിതാ ആയോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കാം ഞാൻ കുക്കറിലായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ കുക്കർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ഈ ഇല ഇട്ട് കൊടുക്കുക. ഗ്രാമ്പു, ഏലക്ക, പട്ട ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് സവാള അയച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങോട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ സവാള, കറുവാപ്പട്ടൊക്കെ ഇട്ടു കേട്ടോ. ഇറക്കിയെടുക്കാം. ഒന്ന് വേവട്ടെ. എന്നിട്ട് ഒത്തിരി നമുക്ക് അരി എടുക്കണം. അരിൻ്റെ അളവ്, അരി എത്ര ഇട്ടുന്ന അതിൻ്റെ അളവ് എടുക്കട്ടെ കേട്ടോ. അപ്പം അരിയൊക്കെ എടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് വാരി കിട്ടും. നമുക്ക് ഇതിലേക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം
അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ ഇതിൽ വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 ഗ്ലാസ് ഞാനൊരു ഗ്ലാസ്സിനാട്ടോ എടുത്തത്. ഗ്ലാസ്സിനാട്ടോ ഞാൻ അരി എടുത്ത്. അപ്പോൾ അതിന് ഞാൻ 7.5 ഗ്ലാസ് വെള്ളം ഇട്ടിട്ടുണ്ട് കേട്ടോ. 7.5 ഗ്ലാസ് വെള്ളം ഇട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് പുതിനയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് തിളച്ചിട്ട് അരി കഴുകിടാം. മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മല്ലിച്ചപ്പ് കഴിഞ്ഞ പാകത്തിന് അരി കഴുകിയിട്ട് വേണം. അരി കഴുകട്ടെ. അപ്പോഴത്തേന് ഞാനിതൊന്ന് നോക്കട്ടെ. ചെമ്മീൻ വേവാനുള്ളൊരു വെള്ളയിലുമാണല്ലോ, അതും ഒക്കെ ഇട്ടെടുത്ത് നമ്മൾ കഴുകി അരി വേഗം കഴുകിയിടട്ടെ. കള വരുന്നുണ്ട്. എന്നിങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് ഓണ്ട് വേടെ. അപ്പോൾ ഓന് ചെമ്മീൻ പറ്റൂല. എനിക്കറിയില്ല. ചിക്കൻ ഉണ്ടായതാണെങ്കിൽ ചിക്കന് വേഗം ഞാൻ ഉണ്ടാക്കുകയും ചെയ്തു, രാവിലെ ഉണ്ടാക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. ഓൻ പറഞ്ഞാൽ മതിയാണ്. അല്ലാത്ത ഓവർ മാണ്ടാത്ത കേടൊന്നും ഉണ്ടാവില്ലേക്കാരോ. ഞാൻ കുളിക്കാണ്ട് തിരുമ്പാണ്ട് അതന്നെ ഒഴിഞ്ഞ് പണി. അത് കഴിഞ്ഞാൽ പിന്നെ തുടക്കൽ ഞാൻ നേരം കൊടുക്കും. പിന്നെ തുടച്ചെടുക്കും. അത് കഴിഞ്ഞു തുടവനെ വേഗം കഴിയും. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ കേട്ടോ. ഇതിൽ മല്ലിച്ചപ്പിൻ്റെ ഇല ഉണ്ട് കേട്ടോ, കുരു കളഞ്ഞതാട്ടോ. അതും കൂടി ഒഴിച്ചെടുക്കാം. നമുക്ക് അരിയാണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് അരി ഫുള്ളാക്കി ഇട്ട് കൊടുക്കട്ടോ. ഒരു പൂക്ക് പൂക്കിയിട്ട് ഒറ്റ വിസിലടിക്കട്ടോ. ഒറ്റ വിസിലടിച്ചിട്ട് നമുക്ക് ഓഫാക്കണം കേട്ടോ. ഓഫാക്കിയപ്പം തന്നെ തുറക്കണം കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടിട്ട് വെച്ചിട്ട് തുറക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചെമ്മീൻ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെന്ത് ചെയ്യും, ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചെടുക്കും. കാരണം എനിക്ക് ചോറ് ദമ്മിടാണ്ട്. അപ്പം എനിക്ക് ചോറ് ദമ്മിടാൻ കഴിയൂല. ഇതിലാണ് ചോറ് ദമ്മിടുക. അപ്പം ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കാട്ടോ ഞാൻ ചോറ് ഇട്ട് കൊടുക്കുക. നമ്മൾ നെയ്ച്ചോറായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ദമ്മിടണം. നമുക്ക് കുറച്ച് ഗരം മസാലയൊക്കെ എല്ലായിടത്തൊന്ന് വിതറി കൊടുക്കട്ടോ. പിന്നെ ഞാൻ ഉള്ളി വാട്ടിയിട്ടില്ല കേട്ടോ. ഇതിൽ ഉള്ളി ഞാൻ നെയ്ച്ചോറിൽ ഓൾറെഡി ഇട്ടാണ്. പിന്നെ ഇതിൽ കടായിലിട്ടാണ്. പിന്നെ ഞാൻ ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി വാട്ടിയിട്ടില്ല. അതിന് വാട്ടാനാവില്ല വിചാരിച്ച്. ഇത് മതി. നമുക്ക് ദമ്മിട്ടേക്കാം കേട്ടോ. നമുക്ക് ദമ്മിട്ടേക്കാം. ഇനി ഇതിന് നിറവിൽ ഒരു കനലൊരു സാധനം വെക്കാം. മീഡിയം സൈസിൽ നമുക്ക് ഫ്ലെയിമോ ഓണാക്കി വെക്കാം കേട്ടോ. നമുക്ക് മീഡിയം സൈസിലൊരു 10 മിനിറ്റ് ദമ്മിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി എടുക്കണേ കാണിച്ചു തരാം. ഞാൻ അങ്ങനെ നമ്മളെ ചെമ്മീൻ ബിരിയാണി ഇവിടെ ദമ്മിട്ട് വെച്ചാണ് കേട്ടോ. ഇനി ഇത് കച്ചറകളൊക്കെ ഒന്ന് മൂറി വെക്കണം. അപ്പോൾ നമ്മളിത് ആ ബിരിയാണി ദമ്മിട്ട് വെച്ച് കണ്ടോ. ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. വലിയൊരു ടേസ്റ്റ് ഉണ്ടാവും എനിക്കറിയില്ല. കാരണം നെയ്യ് പോരായിരുന്നു. നെയ്യ് കഴിഞ്ഞു. എൻ്റെ ഞാൻ നെയ്യ് വാങ്ങിയൊക്കെ. അപ്പം നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ബിരിയാണിയൊക്കെ ആയിട്ടോ. ചെമ്മീൻ ബിരിയാണിയൊക്കെ ആയി. പിന്നെ ഞാൻ അതൊക്കെ ഇന്നലെ തിരുമ്പിട്ടതേന് കേട്ടോ. അതൊക്കെ തിരുമ്പിഞ്ഞതൊക്കെ ഒന്ന് മടക്കി വെക്കണം. ഇന്നത്തെ പണി ഇതൊക്കെ. ഇനി ഇത് മടക്കി വെക്കുക, നിസ്കരിക്കുക, പണി കഴിഞ്ഞു. ടൈം 11:20 എല്ലാ പണി കഴിഞ്ഞു. ഇനി മഞ്ചേരി പോവുക, മാറ്റിയാൽ പോവുക. അത്രയൊക്കെ തന്നെ ഇന്നത്തെ പണി. എൻ്റെ കുളി കഴിഞ്ഞിട്ട് മക്കളെ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്തോ ഒരു തട്ട് എനിക്ക് തലയെ കെട്ടണം. അല്ലെങ്കിൽ ഭയങ്കര കിരിയടാ. അപ്പോൾ കുളി കഴിഞ്ഞു. ഇതൊക്കെ തന്നെയാണ്. ഇതാണ് ഞങ്ങളെ റൂമാണ്. ഇത്
ഓയിലാണിത് മസാലയൊക്കെ. ഓലാണെങ്കിൽ ഇത് ഒക്കെ കാട്ടി മസാല ഇട്ടിട്ടുണ്ടാവില്ലേ മതി. അടുത്തോളി. ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാണ് കേട്ടോ. ഞങ്ങൾ ചെമ്മീൻ ബിരിയാണി ഒരു എരിവ്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ബീച്ചിലേക്ക് പോകണം. പിന്നെ മഞ്ചേരി പോകണം. അപ്പം അങ്ങനെ ഞങ്ങളവിടെ മക്കരപ്പറമ്പ് മലപ്പുറത്ത് ഇറക്കും. ഓന് പിന്നെ ബസ്സിൽ എൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ നിന്ന് അങ്ങനെ ബീച്ചിലെത്തി. ഞങ്ങളിവിടെ ഇരുന്നിട്ട് കടമുട്ടുണ്ട്. ചായ അതെന്താ പുതിനയിലെ ചായ, അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾ ചായ ബീച്ചിലാണ്. എവിടെ അത് പോയോ? ഞങ്ങൾ ബീച്ചിലാണ്. ബീച്ചിൽ ഒരുപാട് തിരക്കാട്ടോ, നല്ല തിരക്കുണ്ട്. അങ്ങോട്ടൊക്കെ നോക്കിയാ ഞങ്ങളവിടെ മലപ്പുറത്ത് ഇറക്കി. ഞങ്ങൾ നേരെ ജ്വല്ലറി പോയിട്ടോ. ജ്വല്ലറി പോയപ്പോൾ അവിടുന്ന് വീഡിയോ എടുക്കാൻ മറന്നു. കാരണം അവിടെ കയറി പണ്ടത്തിന് ഭയങ്കര വിലയൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ അതൊക്കെ കേട്ടപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായിട്ട് കയറി പിന്നെ വീഡിയോ എടുക്കാൻ മറന്ന് നേരെ ബീച്ചിലേക്ക് പോകുന്നു. ഭയങ്കര മഴയും വരുന്നു. ഞങ്ങൾ ബീച്ചിലാണ്. ബീച്ചിലാട്ടോ. പെണ്ണിൻ്റെ പട്ടോടെ പോയി അവിടെ അവ കാണല്ലേ ആകാശത്ത് മുട്ടാനല്ലേ. ഞങ്ങളിവിടെ ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുക. നല്ല കാറ്റുണ്ട് ഇവിടെ. അവിടെ ഹാർബറാട്ടോ. അവിടെ ഹാർബറാണോ ബോട്ടൊക്കെ ബോട്ടല്ലേ. ബീച്ചിൽ ഞങ്ങൾ പോന്നില്ല കേട്ടോ. നേരെ ഇരുട്ടായിരുന്നു. 8 മണിയായി. ബീച്ചിൽ പോന്നില്ല. അവിടെ ഇങ്ങനെ നടക്കുക. ഇവിടെ നല്ല വൈബാണ് മക്കളെ. അടിപൊളി വൈബാണ് ഇവിടെ. ഇവിടെ ഇരുന്നാൽ പോരാൻ തോന്നില്ല. അത്രക്കും നല്ല കാറ്റുണ്ട്. പിന്നെ അവിടുന്ന് പൈനാപ്പിളൊക്കെ വാങ്ങി കഴിച്ച് ഒരുവിധമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോണത് ബോംബെ ഹോട്ടലിലേക്കാട്ടോ. പിന്നെ അവിടുന്ന് ബോംബെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടുന്ന് നല്ലൊരു അടിപൊളി ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ച്. പൈനാപ്പിൾ നല്ല ടേസ്റ്റാണ്. ഇതിലിട്ടാൽ ഉപ്പിലിട്ടത് നല്ല ടേസ്റ്റാണല്ലോ. അപ്പം അതും ഒന്ന് വാങ്ങി കഴിച്ചു. കാരണം പിന്നെ നേരെ ഞങ്ങൾ പോകുന്നത് ദുബായ് ഹോട്ടലിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദുബായിലെ ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം നേരം അപ്പം ടൈം ആയത് 8:30 കേട്ടോ. ടൈം 8:30 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും ടൈം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടാണ് പോകാൻ നിൽക്കുന്നത്. പിന്നെ ബീച്ചാണ് കേട്ടോ. ബീച്ചിൽ ഫുള്ളായിട്ട് ഭയങ്കര തിരക്കാട്ടോ. തിരക്കാണ്. അങ്ങനെ ബോംബെ ഹോട്ടലിൽ അങ്ങനെ ഞങ്ങൾ കരിമീൻ പൊളിച്ചതും നൈസ് പത്തിരിയും ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ നൈസ് പത്തിരി തിന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി എനിക്ക് പൊറാട്ടയും കൂടി വേണം വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ വീണ്ടും പൊറാട്ട ഞങ്ങൾ ഓർഡർ ചെയ്ത് അങ്ങനെ ഞങ്ങൾ കരിമീൻ പൊളിച്ചതും പൊറാട്ടയും നൈസ് പത്തിരി ഇരുന്ന് തിന്നുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കറങ്ങിയ ശേഷം രാത്രി 12 മണിയായിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ.
ഇത് അടിപൊളി കേട്ടോ. എന്താ ഞാൻ പറഞ്ഞത്, ബോംബെ ഹോട്ടലിൽ പോയാൽ അടിപൊളി ഫുഡ് കഴിക്കട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരും. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഇതാ നമ്മുടെ പൊറാട്ട ഓർഡർ ചെയ്തു. കാരണം പൊറാട്ട എനിക്ക് അത്ര ഇത് തോന്നില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ, രസമുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ വരും. അതുവരെ ബായ്.